PM ശ്രീ മരവിപ്പിക്കുന്നതിൽ കേന്ദ്രത്തിന് കത്ത് നൽകി സർക്കാർ ഇന്ന് രാവിലെയാണ് കത്തയച്ചത്. PM ശ്രീ ഒപ്പുവെച്ചതിനെതിരെ CPI രംഗത്തെത്തിയിരുന്നു. വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, സർക്കാർ കത്ത് നൽകിയിരിക്കുന്നു. CPI സെക്രട്ടറി ഇന്നുകൂടി പറഞ്ഞതാണ് ബാക്കി അപ്പോൾ നോക്കാമെന്ന്. പക്ഷേ അതെ, CPIയുടെ എതിർപ്പ്, ഇതെല്ലാം മുന്നണിക്കുണ്ടാക്കുന്ന ക്ഷീണം, അതിനപ്പുറത്തേക്ക് കത്തയക്കുന്നതിലെ കാലതാമസം, ഇതെല്ലാമാണോ എത്രയും പെട്ടെന്ന് അയക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത്? എന്തൊക്കെയാണ് കത്തിൽ പറഞ്ഞിട്ടുള്ളത്? തന്നെ CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് PM ശ്രീയിൽ മരവിപ്പിക്കാനുള്ള കത്ത് നൽകും എന്നുള്ള കാര്യം CPI അറിയിക്കുകയും ഒപ്പം തന്നെ മന്ത്രിസഭാ യോഗം അക്കാര്യത്തിലുള്ള തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്തത്. മന്ത്രിസഭാ ഉപസമിതി യോഗവും ഇതിൽ പഠനം നടത്താനായി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കത്ത് നൽകുന്നതിൽ കാലതാമസമുണ്ടാകുന്നു എന്നുള്ള കടുത്ത അതൃപ്തി CPIക്കുണ്ടായിരുന്നു. CPI അത് പരസ്യമായി പറയുന്നില്ലെങ്കിലും പക്ഷേ തങ്ങൾക്ക് നൽകിയ ഉറപ്പ് അത് പാലിക്കപ്പെടുന്നില്ല, അത് നീണ്ടു പോകുന്നു എന്നുള്ള വലിയ തരത്തിലുള്ള അതൃപ്തിയായിരുന്നു CPIക്ക് ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് സർക്കാർ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ്, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ് നിലവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഈ പദ്ധതിയിൽ തൽക്കാലം മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കത്തിൽ പറയുന്നത് ഒരു ഉപസമിതി ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ ഉപസമിതി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നവരെ ഇത് മരവിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ വലിയ വിവാദങ്ങൾ ഒക്കെ ഉണ്ടാക്കുകയും LDFൽ തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒരുപക്ഷെ CPI മന്ത്രിമാർ തന്നെ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. അത്തരത്തിലൊരു കടുത്ത തീരുമാനമെടുക്കാൻ ഉള്ള വക്കീലായിരുന്നു CPI ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് രണ്ടാമത്തെ അനുനയന ശ്രമത്തിൽ ഇങ്ങനെ ഒരു കത്ത് നൽകാം എന്നുള്ള ഉറപ്പ് CPIക്ക് നൽകുന്നത്. CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഇടപെട്ടായിരുന്നു ഈ നീക്കമൊക്കെ നടത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ സമവായ നീക്കം നടത്തിയിട്ടും CPI വഴങ്ങിയിരുന്നില്ല. നയപരമായ പ്രശ്നമാണ് PMC പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു CPI ആ ഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഒടുവിൽ ആണ് ഈ പദ്ധതി മരവിപ്പിക്കാം, നിലവിൽ നടപ്പിലാക്കില്ല എന്ന ഉറപ്പ് CPIക്ക് നൽകിയത്. പക്ഷേ ആ CPIക്ക് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയാൽ മാത്രം പോരാ, അക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകണം എന്നുള്ളതായിരുന്നു CPI ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതിനൊക്കെ ഇടയിലാണ് ഈ ഉപസമിതി കൂടി രൂപീകരിക്കുകയും അത് പരിശോധിക്കുകയും ഒക്കെ ചെയ്തത്. മന്ത്രിസഭയിലോ ഒപ്പം തന്നെ LDFലോ ഇങ്ങനെ ഒരു കാര്യം അറിയിക്കാതെ ചർച്ച നടത്താതെയാണ് PM ശ്രീയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ട സാഹചര്യം ഉണ്ടായത്. CPMന്റെ മാത്രം തീരുമാനപ്രകാരമായിരുന്നു ഈ നടപടി. അതിനെതിരെയാണ് കടുത്ത തരത്തിലുള്ള എതിർപ്പ് CPI ഉയർത്തുകയും LDFൽ തന്നെ ഒരു വിള്ളലുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് ഒക്കെ കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. എന്തായാലും ഈ ഉപസമിതി ചേരുന്ന ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള പഠനം അതെങ്ങനെ നടക്കുമെന്നാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും PM ശ്രീയിൽ മെല്ലെ പോകാനുള്ളൊരു തീരുമാനമായിരിക്കുമോ സർക്കാർ എടുക്കുക, LDF എടുക്കുക? തന്നെ ഇക്കാര്യത്തിൽ നിലവിൽ തന്നെ ഇപ്പോൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു നടപടിയിലേക്കും സർക്കാർ കടന്നിട്ടില്ല, വിദ്യാഭ്യാസ വകുപ്പ് കടന്നിട്ടില്ല. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം മാത്രമേ ഇനി ഉപസമിതി ചേരുകയും ഉപസമിതി ഈ കാര്യം പഠിക്കാനുള്ള നീക്കമൊക്കെ നടക്കുകയും ചെയ്യൂ. നിലവിൽ ഉപസമിതി ഇതുവരെയും യോഗം ചേർന്നിട്ടില്ല എന്നതാണ്. CPIയുടെ 2 മന്ത്രിമാർ K രാജനും ഒപ്പം തന്നെ P പ്രസാദും ഉൾപ്പെടുന്നതാണ് 7-അംഗ ഉപസമിതി എന്ന് പറയുന്നത്. ആ ഉപസമിതി തുടർ നടപടികൾ അത് പഠനം നടത്തുകയും ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിൽ വെള്ളം ചേർക്കപ്പെടുകയോ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയാണ് പരിശോധന നടത്തുക, പഠനം നടത്തുക. അതിനൊക്കെ ശേഷമായിരിക്കും ഇതിൽ തുടർ നടപടി എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. പക്ഷേ അപ്പോഴും ഇപ്പോൾ ചോദ്യമായി ബാക്കിയാകുന്നത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇങ്ങനെ PM ശ്രീ കരാറിന്റെ MOUയിൽ ഒപ്പിട്ട ശേഷം അതിൽ നിന്ന് പിൻവാങ്ങാൻ സമ്മതിക്കുമോ എന്നുള്ളതാണ്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം മന്ത്രി V ശിവൻകുട്ടി ദില്ലിയിലെത്തിയപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ധർമ്മേന്ദ്ര പ്രധാനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് PM ശ്രീ പദ്ധതിയിൽ ഇത്തരത്തിലുള്ളൊരു വിവാദവും എതിർപ്പുമൊക്കെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉപസമിതി നിലവിൽ വെച്ചിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് വരുന്നതുവരെ തങ്ങൾ ഈ കരാറിൽ നിന്ന് പിന്മാറുകയാണ്, കരാറുമായി മുന്നോട്ട് പോകാൻ നിൽക്കുന്നില്ല എന്ന കാര്യമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. അത് എത്രമാത്രം അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് തന്നെയാണ്.